എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ഷെന്നാണെങ്കിൽ ഓഫീസിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. അവനാണെങ്കിൽ പെട്ടെന്ന് നെഞ്ചുവേന വരുക. അപ്പൊ അസിസ്റ്റന്റ് വരെയാണെങ്കിൽ ബോസ് ഇതുവരെ ചോക്ലേറ്റ് കഴിച്ചില്ല, അതുകൊണ്ട് ലോ ഷുഗർ ആയേ, ഞാൻ ഏതെങ്കിലും സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് ഇപ്പൊ ചോക്ലേറ്റ് വാങ്ങിക്കാന്ന് പറഞ്ഞിട്ട് അസിസ്റ്റന്റ് ഇറങ്ങുമ്പോൾ ഷെന്നും പുറകെ പോകുന്നുണ്ട്. അതേ സൂപ്പർ മാർക്കറ്റില് നമ്മുടെ ഹീറോയിനും അവളുടെ കുഞ്ഞുണ്ടാവേ കൊച്ചു വരെയാണെങ്കിൽ എനിക്ക് എന്ത് ചോക്ലേറ്റ്സ് ഒന്നും വാങ്ങിച്ചു തരാത്ത, എനിക്കിത് വേണമെന്ന് വാശി പിടിക്കുമ്പോഴത്തേക്കിനും മിനിഹു ആണെങ്കിൽ മോനെ ഇപ്പൊ നിന്റെ അസുഖം ഒന്നും മാറിയിട്ടില്ലല്ലോ, അതൊക്കെ മാറിക്കഴിയുമ്പോൾ അമ്മ ഒരുപാട് ചോക്ലേറ്റ്സ് ഒക്കെ വാങ്ങിച്ചു തരാമല്ലോ എന്ന് പറയുമ്പോൾ കുഞ്ഞു അതിന് സമ്മതിക്കാട്ടോ. അപ്പൊ അവക്കാണെങ്കിൽ ഓഫീസിൽ എന്തോ അർജന്റ് ആയിട്ടുള്ള കോള് വരുക. അവിടെ സിഗ്നൽ കിട്ടാത്തതുകൊണ്ട് ക്യുവൻ ഇവിടെ നിൽക്കുക, ഞാൻ ഇപ്പൊ വരാമെന്നിട്ടാ അവളങ്ങ് പുറത്തു പോയി സംസാരിക്കാം കേട്ടോ. ആ ടൈമിലായിരിക്കും ഷെന്നൊക്കെ അവിടേക്ക് വരുന്നത്. ഇതാണെങ്കിൽ കുഞ്ഞു കണ്ടതും ഇവനല്ല എന്നെ ഡോക്ടറിനെ ചീത്ത വിളിച്ച് ഇവനായിട്ട് എന്തെങ്കിലും പണി കൊടുക്കണം പറഞ്ഞിട്ട് ഒരു കണ്ണെടുത്തിട്ട് അവന് ഷൂട്ട് ചെയ്യാം കേട്ടോ. ആരുടെ ഇതെന്നും പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ഷെന്നെ തിരിഞ്ഞു നോക്കുമ്പോ കൊച്ചിനെ കാണുവോ, നമ്മള് വീണ്ടും കണ്ടല്ലോ, ഇവിടെ എന്തോ ചെയ്യുന്നതെന്ന് നോക്കുക. അപ്പൊ കൊച്ചു വരാണെങ്കിൽ നീയല്ല എന്നിട്ട് കുവ അച്ഛനെ വഴക്ക് പറഞ്ഞത് നിനക്കിട്ട് ഞാൻ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞുണ്ട്. പിന്നെ ഷൂട്ട് ചെയ്യുമ്പോഴത്തേക്കിനും നീ എന്നെ ഷൂട്ട് ചെയ്യല്ല, അന്ന് ഞാനും നിന്നെ ഷൂട്ട് ചെയ്ത് പറഞ്ഞിട്ട് രണ്ടുപേരാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും കളിച്ചോഴിക്കുക കേട്ടോ. അതിന്റെ ഇടയ്ക്ക് നമ്മുടെ ഷെന്നെ പറയുന്നുണ്ട് നിന്റെ അമ്മയെ അങ്ങനെ ഒരു വയാടി, അപ്പൊ മകനെ അങ്ങനെ ഇല്ലാതെ ഇരിക്കോ എന്ന് പറയുമ്പോഴത്തേക്കിനും എന്റെ അമ്മനെ പറ്റിയൊന്നും പറയണ്ട കേട്ടാ, എന്റെ അമ്മേനെ സംരക്ഷിക്കുന്ന ഒരു സൂപ്പർമാനാ ഞാൻ എന്ന് പറയുമ്പോ നീ സൂപ്പർമാനാണെങ്കിൽ ഞാൻ അയൺമാനാന്ന് പറഞ്ഞിട്ട് കൊച്ചിനെ കളിയാക്കിയതും കൊച്ചാണെങ്കിൽ എന്നെ വിശ്വസിക്കുന്നില്ലല്ലേ, ഞാൻ ഇപ്പൊ കാണിച്ചു തരാന്ന് പറഞ്ഞിട്ട് ഷർട്ട് ആണെങ്കിൽ ഓപ്പൺ ചെയ്ത് കാണിക്കുമ്പോൾ സർജറി ചെയ്തതൊക്കെ കാണുക കേട്ടോ. ഇത് കണ്ടത് നമ്മുടെ ഷെന്നിനാണെങ്കിൽ സങ്കടമായിട്ട് കൊച്ചിനെ അവിടെ ഇരുത്തിയിട്ട് ഇന്ന് നിനക്ക് പറ്റിയ നിനക്ക് ഹാർട്ടിൽ എന്തെങ്കിലും സർജറി ചെയ്തോന്ന് നോക്കുമ്പോഴത്തേക്കിനും ചെയ്തു, എനിക്ക് പക്ഷെ അതിലൊന്നും ഒരു സങ്കടമില്ല, കാരണം എന്റെ അമ്മേനോട് പറഞ്ഞിട്ടുണ്ട് ഹൃദയത്തിൽ എന്തെങ്കിലും പ്രോബ്ലം ഉള്ളവർക്ക് സ്വർഗത്തിൽ നിന്ന് തെരഞ്ഞെടുത്ത കുട്ടികളാണ് ഞങ്ങളെന്ന്, അപ്പൊ അവർക്ക് സൂപ്പർ പവർ ഉണ്ടെന്നൊക്കെ എന്നോട് പറഞ്ഞേക്കുന്നത്. അപ്പൊ എനിക്കും ഉണ്ട് സൂപ്പർ പവർ എന്ന് പറയുമ്പോ നമ്മുടെ ഷെന്ന് ചോദിച്ചിട്ട് അതെ നിന്നെ പോലെ എനിക്കും ഉണ്ടായിരുന്നു ഹാർട്ടിൽ പ്രോബ്ലം, അതൊക്കെ സർജറി ചെയ്താൽ മാറ്റിയത് എന്ന് പറയുമ്പോഴത്തേക്കിനും കുഞ്ഞു പറയുക അതെ എന്റെ ഡോക്ടർ എന്നെ രക്ഷിച്ച, അല്ലെങ്കിൽ ഞാൻ ഇവിടെ ഉണ്ടാവില്ല എന്ന് പറയുമ്പോഴത്തേക്കിനും നിന്റെ അച്ഛനെയാണോ നീ പറയുന്നത് വെക്കുമ്പോ എന്ത് ഗുവ എന്റെ അച്ഛനൊന്നല്ല, അതെന്നെ പരിശോധിച്ച് ജസ്റ്റ് ഡോക്ടർ മാത്രമെന്ന് പറയുമ്പോഴത്തേക്കിനും ഷെന്നാണെങ്കിൽ അപ്പൊ നിന്റെ അച്ഛൻ ആരാന്ന് ചോദിക്കുക. അതെനിക്ക് അറിയത്തില്ല, ഞാൻ എൻ്റെ അമ്മയോട് ചോദിക്കാറുള്ളത്, പക്ഷെ അമ്മ എപ്പോഴും പറയും ദൂരെ എവിടെയോ എൻ്റെ അച്ഛൻ വർക്ക് ചെയ്യുന്നതെന്ന്, അയാളെ പറ്റി ഇതുവരെ എന്നോട് പറഞ്ഞിട്ടില്ല, പക്ഷെ എനിക്കറിയാം എൻ്റെ അച്ഛൻ മരിച്ചു എന്ന്, അതെൻ്റെ അമ്മ പറയാതിരിക്കുന്നതെന്ന് പറയുമ്പോഴത്തേക്കിനും മിനിഹ അവിടേക്ക് വരുക. ഇവിടെ കണ്ടത് പെട്ടെന്ന് നമ്മുടെ ഷെന്നാണെങ്കിൽ മോനെ നിനക്ക് എത്ര വയസ്സായി എന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും അവനും എന്താ പറയാൻ വേണ്ടി പോകുമ്പോഴത്തേക്കിനും പെട്ടെന്ന് നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ അവിടെ വന്ന് കൊച്ചിനെ കൂട്ടിക്കൊണ്ട് പോവുക. ഇവനാണെങ്കിൽ പുറകെ വന്നിട്ട് ഇവൻ എത്ര വയസ്സായി മിനിഹു പറ എന്ന് പറയുമ്പോൾ അവളാണെങ്കിൽ ഇതൊക്കെ എന്തിനാ നീ അറിയുന്നത്, ശല്യമുണ്ടാക്കി ഇവിടെ പൊയ്ക്കിയെന്ന് പറയുമ്പോഴത്തേക്കിനും ഇവനാണെങ്കിൽ വിടുന്നില്ല കേട്ടോ. പറ തന്നെ ഇവിടെ ശല്യപ്പെടുത്തോണ്ടിരിക്കുമ്പോഴത്തേക്കിനും ഹുവയാണെങ്കിൽ അവിടേക്ക് വന്നിട്ട് എന്തിനാ നിങ്ങൾ ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സാറെന്ന് ചോദിക്കുമ്പോഴത്തേക്കിനും നമ്മുടെ മിനിഹ ആണെങ്കിൽ ഓക്കെ ഒന്ന് സൈലന്റ് ആവ്, ഇവന്റെ എത്ര വയസ്സെന്നല്ല നിനക്ക് അറിയണ്ടേ, ഞാൻ പറയാം 4.5 വയസ്സായി എന്ന് പറയുമ്പോഴത്തേക്കിനും കൊച്ചാണെങ്കിൽ അമ്മ എന്ന് വിളിക്കുന്നുണ്ട്. ഇത് ശ്രദ്ധിച്ച മിനിഹ ആണെങ്കിൽ മോനെ ഒന്നുമില്ലെന്ന് പറഞ്ഞിട്ട് മിണ്ടാതിരിപ്പിക്കാൻ നോക്കുക. കൊച്ചെന്തോ പറയാൻ വരുന്നുണ്ടെന്നും ഇവളെ കള്ളം പറഞ്ഞെന്നും ഉറപ്പിച്ച് നമ്മുടെ ഹീറോ ആണെങ്കിൽ സത്യം പറ ഇവനെ വയസ്സ് എത്രയാന്ന് നോക്കുക. അപ്പൊ അവിടെ പറയും ഇവന് വയസ്സ് എത്രയായാലും നിനക്കെന്താ, ഞാൻ പറഞ്ഞ സത്യമാണ്, അതുപോലെ നീയും ഇവനും തമ്മിൽ ഒരു ബന്ധമില്ല, വേണ്ടത് കാര്യക്ക് ചിന്തിക്കണമെന്ന് പറഞ്ഞിട്ട് മിനിഹ ആണെങ്കിൽ അവിടെ നിന്ന് പോകുന്നുണ്ടെങ്കിലും ഇവരാണെങ്കിൽ ഡൗട്ട് അടിക്കുക ക്യുവൻ സ്വന്തം മോനാണോ എന്ന്. അത് കഴിയുമ്പോൾ മിനിഹ ആണെങ്കിൽ നേരെ ഓഫീസിലോട്ട് വരുക. എല്ലാ ഓഫീസിലും കാണുമല്ലോ ഒരു വായി നോക്കി, അതേപോലെ ഒരു വായി നോക്കി ഇവിടെ ഉണ്ട് കേട്ടോ. അവനവിടെ വന്നിട്ട് മിനിയുടെ അടുത്ത് നിന്റെ ഷോർട്സ് നല്ലതാന്ന് പറയുമ്പോഴത്തേക്കിനും നിനക്ക് നല്ലതായിരിക്കും എന്ന് പറഞ്ഞിട്ട് മനഃപൂർവ്വം നമ്മുടെ മിനിഹ ആണെങ്കിൽ കയ്യിൽ കുറച്ച് കോഫി എടുത്ത് അറിയാതെ അവന്റെ മേത്ത് ഒഴിക്കുന്ന പോലെ ഒഴിച്ചിട്ടങ്ങ് പോവുകയും ചെയ്യാം കേട്ടോ. എന്നിട്ട് നേരെ മാനേജറിനെ കാണാൻ വരുമ്പോഴായിരിക്കും ഇവർക്ക് വേറൊരു പ്രശ്നം. ഇവരാണെങ്കിൽ ഈ ഇടയ്ക്കൊരു മീറ്റിംഗ് അറ്റൻഡ് ചെയ്തില്ലായിരുന്നു ഇവരെ ടെക്നോളജിയെ പറ്റി സ്പോൺസർഷിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷേ ഇവരുടെ ടെക്നോളജിയാണ് ഈ ക്യാൻസൽ ആക്കിയിട്ട് മറ്റേ ചെങ്ങിന്റെ ഒക്കെ കമ്പനിയിലുള്ള ചൂയി എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടിയുടെ പ്രൊജക്ട് ആണെങ്കിൽ ഏറ്റെടുത്തിട്ടുണ്ട്. ഇത് കേട്ട് നമ്മുടെ ഹീറോയിന് നല്ല ദേഷ്യം വന്നിട്ട് നേരെ നമ്മുടെ ഷെന്നിന്റെ അടുത്ത് വന്ന് പ്രശ്നം ഉണ്ടാക്കുക. ഷെന്നാണെങ്കിൽ അപ്പോഴേ പറയൂ എന്റെ പൊന്നു മോളെ നിന്റെ പ്രൊജക്ട് ഇല്ലാതാക്കിയത് ഞാനൊന്നല്ല, അവിടെയുള്ള എല്ലാവരും കൂടി എടുത്ത തീരുമാനമാണ്. ആ ചെങ്ങിന്റെ കമ്പനിയിൽ ആ ഷൂയി എന്ന് പറഞ്ഞ പെൺകുട്ടിയെ തന്നെ ആ പ്രൊജക്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ നീ കള്ളം പറയുന്നത് എനിക്ക് മനസ്സിലായി, മനഃപൂർവ്വം നീ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നേ, ഞാൻ വേണമെങ്കിൽ ആ പ്രൊജക്റ്റിൽ നിന്ന് മാറി നിൽക്കാം, പക്ഷെ എന്റെ കമ്പനിക്ക് തന്നെ അത് കൊടുക്കണം എന്ന് പറയുമ്പോഴത്തേക്കിന് ഇവനെ പറയുക ഞാൻ പറഞ്ഞില്ലേ അവിടെ ഉള്ള എല്ലാവരും കൂടി തീരുമാനിച്ച കാര്യമാണ്, അല്ലാതെ എനിക്കൊന്നും അറിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷെന്നാണെങ്കിൽ നേരെ ആ ചെങ്ങിനെയും പിന്നെ അവന്റെ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന ആ ഷൂയി എന്ന് പറഞ്ഞ പെൺകുട്ടിയെയും കണ്ട് സംസാരിക്കാൻ വേണ്ടി വരുക. എന്താ ശരിക്കും നടന്നതെന്ന് വെച്ചാൽ അവിടെയുള്ള ഷെയർ ഹോൾഡേഴ്സിനൊക്കെ നമ്മുടെ ഹീറോയിന്റെ പ്രൊജക്റ്റാണ് ഇഷ്ടപ്പെട്ടത്, പക്ഷെ ഈ ചെങ്ങാണ് അതിലിടപെട്ട് ഈ പെൺകുട്ടിക്ക് തന്നെ അത് കൊടുക്കുന്ന രീതിയിൽ കൊടുത്തത്. കാരണം ഇവർ തമ്മിൽ ഒരു അഫെയർ ഉണ്ട്. അതുകൊണ്ട് ഷെന്നെന്തിനെ ഇവരുടെ അടുത്ത് വന്ന് സംസാരിക്കുന്ന വെച്ചാൽ ഇവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും വീണ് കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ടാ. പോരാഞ്ഞിട്ട് ആ ഷൂയി എന്ന് പറഞ്ഞ പെൺകുട്ടിയുടെ അടുത്തതാണെങ്കിൽ എന്തൊക്കെ ഇവൻ എഴുതി മേടിക്കുന്നുണ്ട്, അത് ചുമ്മാ എഴുതി മേടിച്ചത് കാരണം ഇവളുടെ കയ്യക്ഷരം ഒന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി മാത്രം ഇവരെല്ലാരും വോട്ട് ചെയ്തപ്പോ
ഒരു പെൺകുട്ടിയുടെ കയ്യക്ഷരം തന്നെയായിരുന്നു അതിനകത്ത്. അത് ഇവളുടെ ആണോ എന്ന് തിരിച്ചറിയാൻ വേണ്ടി മാത്രം ഇപ്പൊ നമ്മുടെ മിനിഹു ആണെങ്കിൽ അടുത്ത ദിവസം ഒരു ഷെയർ ഹോൾഡറിന്റെ പുറകെ നടക്കാണ്, എന്തോ ഒരു ഡൗട്ട് അടിച്ചിട്ട്. അങ്ങനെ പൊക്കോടിക്കുമ്പോൾ ഈ ദൂരത്തിനാണെങ്കിൽ ഇവളുടെ മേത്ത് കൈവച്ചതും പെട്ടെന്ന് അവനാണെങ്കിൽ ഓക്കെ കേട്ടോ. വന്നത് വേറെ ആരുള്ള നമ്മൾ ഷെന്നായിരിക്കും. നീ എന്താ ഇവിടെ ചെയ്യുന്നേ എന്ന് ചോദിക്കുമ്പോൾ ചെറിയൊരു ഫ്ലാഷ് ബാക്ക്. അത് നമ്മുടെ ഹീറോ ആണെങ്കിൽ സിൻഡി ആണോ എന്ന് നമ്മുടെ മിനിഹുവിന്റെ അടുത്ത് ചോദിച്ചു കാണത്തില്ലേ, ഇവന്റെ ബെസ്റ്റ് ഫ്രണ്ട് ആണോ എന്ന്. അതിനുശേഷം ഇവളാണെങ്കിൽ എപ്പോഴും ഇവനെ കാണുമ്പോൾ ഓടിപ്പോയിക്കൊണ്ടേ ഇരിക്കുക. കാരണം ആ ഫ്രണ്ട് ഇവളല്ലല്ലോ, പോരാഞ്ഞിട്ട് ആ ഗിൽറ്റ് ഉണ്ട്, അത് പറയാൻ പറ്റാത്തതുണ്ട്. അതുകൊണ്ടാണ് എപ്പോഴും ഓടിപ്പോയിക്കൊണ്ടേ ഇരുന്നത്. ഇപ്പൊ അതൊക്കെ കാണിച്ചിട്ട് ഇപ്പൊ പ്രസന്റിലാണ് കാണിക്കുന്നത്. മിനിഹു ആണെങ്കിൽ നീ എന്താ ഇവിടെ ചെയ്യുന്നതെന്ന് നോക്കുമ്പോ ഞാനിവിടെ എന്ത് ചെയ്യും, പക്ഷെ നീ എന്തിനാ ഇവിടെ വന്നേന്ന് നോക്കുക. അത് പിന്നെ ഞങ്ങൾ കമ്പനിയിൽ ഉണ്ടാക്കിയ ആ ഒരു ടെക്നോളജിയാണ് ഏറ്റവും ബെസ്റ്റ്. എന്നിട്ട് ആ കൊഞ്ച കമ്പനിക്കാർക്ക് ആ സ്പോൺസർഷിപ്പ് ഒക്കെ കൊടുത്തില്ലേ, അതെനിക്ക് അറിഞ്ഞാൽ പറ്റുള്ളൂ. ഈ ഷെയർ ഹോൾഡേഴ്സിന്റെ ഒക്കെ പുറകെ നടക്കാണ്. ആരെങ്കിലും ഇവർക്ക് കൈക്കൂലി കൊടുത്തിട്ടാണ് ഇതൊക്കെ ചെയ്യിപ്പിച്ചെന്ന് എനിക്ക് അറിയണമെന്ന് പറയുമ്പോൾ ഹീറോ ഓ അങ്ങനെയാണോ നോക്കുമ്പോൾ പെട്ടെന്ന് ഇവളാണെങ്കിൽ എന്നാ പിന്നെ നീ ഇവരെ ഫോളോ ചെയ്തില്ല വന്നത് എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അത് നമുക്ക് രണ്ടുപേർക്കും പോയാലോ നോക്കുമ്പോൾ പിന്നെ നിന്നെ ഹെൽപ്പ് ചെയ്യാനിട്ട് എനിക്ക് വല്ലാത്ത സുഖമാണല്ല, വേണമെങ്കിൽ അങ്ങ് തന്നെ പോയാൽ മതി എന്ന് പറയുമോ. സത്യത്തിൽ ഇവരെ ഹെൽപ്പ് ചെയ്യാൻ തന്നെ ആട്ടോ വന്നത്, ഇവളുടെ മുന്നേ പറയാത്തതാ. അതേമ്പോ എനിക്ക് ആണെങ്കിൽ നേരെ ഗൂഗിൾ ഡോക്ടർ ഇല്ലേ ഇവളുടെ ഫ്രണ്ട്, അവരെടുത്ത് വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയുക. ഞങ്ങളാണ് കഷ്ടപ്പെട്ട് അതൊക്കെ ചെയ്തത്, എന്നിട്ട് ആ കൊഞ്ചെന്ന് പറഞ്ഞ ആ കമ്പനിക്കാർക്ക് കൊടുത്തത് ഇവർക്ക് കൈക്കോല് കൊടുത്തോണ്ടായിരിക്കും, അത് എത്രയും പെട്ടെന്ന് എനിക്ക് കണ്ടുപിടിക്കണം എന്ന് പറയുമ്പോൾ അവനും അങ്ങനെയാണോ എന്നിട്ട് ഒരു ആപ്പിൾ എടുത്ത് മിൻഹുവിന് കൊടുക്കുമ്പോഴത്തേക്കിനും എനിക്ക് വേണ്ടാന്ന് പറഞ്ഞിട്ട് അങ്ങ് പോവാ. അപ്പൊ അവന് നല്ല വിഷമാവുന്നുണ്ട്. അപ്പൊ മിൻഹുവിന്റെ അടുത്ത് അവൻ എന്തോ ഇഷ്ടമുണ്ടെന്ന് തോന്നുന്നു. മിൻഹു ആണെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ പോകുന്നത് വീണ്ടും ആ ഷെയർ ഹോൾഡറിന് തപ്പിക്കൊണ്ടായിരിക്കും കേട്ടോ. അയാൾ വരെയാണെങ്കിൽ കുറെ കോട്ടൊക്കെ വാങ്ങിച്ചിട്ട് അതൊക്കെ ആണെങ്കിൽ ഒന്ന് ഇട്ട് നോക്കാൻ പോവാ. മിനിഹുവിനാണെങ്കിൽ ആപ്പാട് ഡൗട്ട് അടിക്കുക, ഇത്രയും വിലയുള്ള കോട്ടൊക്കെ ഇയാൾക്ക് ഒറ്റയടിക്ക് വാങ്ങാൻ എവിടുന്നെങ്കിൽ പൈസ കിട്ടി അറിഞ്ഞേ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആ റൂമിന്റെ അടുത്ത് കാതും വെച്ച് കേൾക്കുക കേട്ടോ. അയാളാണെങ്കിൽ ആരുമായിട്ട് ഫോണിൽ വിളിച്ചോണ്ടിരിക്കുക. അത് കേൾക്കാൻ വേണ്ടി ശ്രമിച്ചോണ്ടിരിക്കുമ്പോൾ അയാൾ പെട്ടെന്ന് ഡോറ് തുറക്കുക കേട്ടോ. ഹീറോയിൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാതിരിക്കുമ്പോൾ അപ്പുറത്തുനിന്നാണെങ്കിൽ ഇവിടെ ആരോ പിടിച്ചു വലിക്കുക. അത് വേറെ ആരുമല്ല, നമ്മുടെ ഷെന്നായിരിക്കും. അവനാണെങ്കിൽ പിടിച്ച് വലിച്ചപ്പോഴത്തേക്കിനും അറിയാതെ അവളുടെ ലിപ്സ്റ്റിക് കാണിക്കുക അവന്റെ ഷർട്ടിലൊക്കെ പറ്റുന്നുണ്ടെങ്കിലും അവൾ അതൊന്നും മിണ്ടാതെ നീ എന്നെ ഹെൽപ്പ് ചെയ്യാനല്ലേ ഇവിടെ വന്നേന്ന് വെക്കുമ്പോൾ നീ ആദ്യം മിണ്ടാതിരിക്കുക, അതുപോലെ തന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നല്ല ഞാൻ വന്നേന്ന് എന്ന് പറയുക കേട്ടോ. ശരിക്കും നമ്മുടെ ഷെന്നാണെങ്കിൽ എല്ലാ കളത്തിരങ്ങളും കണ്ടുപിടിച്ചിട്ടുണ്ട്. ഇവരുടെ കമ്പനിക്കാര് ഇങ്ങനെ കൈക്കൂലിയൊക്കെ കൊടുത്തിട്ടാണ് കൊഞ്ചെന്ന് പറഞ്ഞ കമ്പനിക്ക് എല്ലാ ഷെയർ ഹോൾഡേഴ്സും സപ്പോർട്ട് ചെയ്യുന്നതെന്ന്. അതൊക്കെ കണ്ടുപിടിച്ചെങ്കിലും മിനിഹുവിന്റെ അടുത്ത് അതൊന്നും പറയുന്നില്ല. അപ്പൊ അവിടെയുള്ള ഒരു പെൺകുട്ടിയാണെങ്കിൽ സാർ നിങ്ങൾ ഇട്ട് നോക്കാൻ കൊണ്ടുപോയില്ലായിരുന്നോ, ആ ഡ്രസ്സിലൊരു കറി ആയിട്ടുണ്ടെന്ന് പറയുമ്പോൾ ആ ലിപ്സ്റ്റിക്കിന്റെ കറ കണ്ടത് ഇവനാണെങ്കിൽ ഓ ഇതിന് കാരണക്കാരൻ ഞാനല്ല, ഇതാ ഈ നിൽക്കുന്ന പെൺകുട്ടിയെ അവളുടെ അടുത്ത് വന്ന് പരാതി പറഞ്ഞു എന്ന് പറയുമ്പോൾ എടാ എന്നെ അങ്ങോട്ട് കാണിച്ചു കൊടുക്കുന്നു, നീ എന്താണ് ഇങ്ങനെ വിട്ടിട്ട് പോകുന്നേ, നിനക്ക് വേണമെങ്കിൽ ഞാൻ ഈ ഷർട്ട് വാങ്ങിച്ചു തരാമെന്ന് പറഞ്ഞിട്ട് അവളത് വാങ്ങിക്കുന്ന ടൈം കൊണ്ട് അവനങ്ങ് പോയെങ്കിലും ഇവിടെ പിന്നെയും അവന്റെ പുറകെ വന്നിട്ട് അവള് പറയുക നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കാമെന്ന് എനിക്കറിയാം, ഏതായാലും നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ച് നിന്നാ ചീറ്റ് ചെയ്യുന്നവരൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുമല്ലോ എന്ന് പറയുമ്പോൾ ഹീറോ ആണെങ്കിൽ അപ്പോഴും സമ്മതിക്കത്തില്ല കേട്ടോ, ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാനൊന്നും ശ്രമിച്ചിട്ടില്ലെന്നാ പറയുന്നേ. അവസാനം അവളും ഓക്കെ നീ എന്നെ ഹെൽപ്പ് ചെയ്യാൻ ശ്രമിക്കണ്ട, പകരം എന്റെ കമ്പനിക്ക് വേണ്ടിയിട്ടൊന്ന് ഹെൽപ്പ് ചെയ്യാവോ, ഞാൻ ആ പ്രൊജക്റ്റിനുള്ളിൽ നിൽക്കുന്നില്ല, ഞാൻ വേണമെങ്കിൽ മാറി നിൽക്കാം, പകരം ആ പ്രൊജക്റ്റ് ഞങ്ങൾക്ക് തന്നെ കിട്ടണം, അത് അത്ര നല്ലതായോണ്ട് ഞാൻ ഇങ്ങനെ കെഞ്ചിതെന്ന് പറയുമ്പോൾ അവനും നീ ഇത്രയൊക്കെ പറഞ്ഞോണ്ട് ഒരേ ഒരു വട്ടവും അവസാനമായിട്ടായിട്ടും ഞാനിപ്പം നിന്നെ ഹെൽപ്പ് ചെയ്യാം, അവിടെ നമുക്കൊരു പ്ലാൻ ഇടാന്ന് പറഞ്ഞിട്ട് ഒരു പ്ലാൻ ഇടുക. എന്താന്ന് വെച്ചാ ആ ചെങ്കിന്റെ കമ്പനിക്കാരെ ഇപ്പൊ ഇവര് തപ്പിക്കൊണ്ടിരുന്ന ആ ഷെയർ ഹോൾഡറിന് കൈക്കൂലി എന്തെങ്കിലും കൊടുത്തിട്ടുണ്ടോ എന്ന് ഫസ്റ്റ് കണ്ടുപിടിക്കണം. അതിനുവേണ്ടി ഹീറോയിൻ ആണെങ്കിൽ ഇപ്പൊ ഇവർ തപ്പിക്കൊണ്ടിരുന്ന ആ ഷെയർ ഹോൾഡറിന്റെ വൈഫായിട്ട് ഇങ്ങനെ ഹോട്ടലിൽ നിന്ന് ചുമ്മാ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക കേട്ടോ. ആ സമയം കൊണ്ട് നമ്മുടെ ഷെന്നാണെങ്കിൽ ഷൂയി എന്ന് പറഞ്ഞ ഒരു പെണ്ണില്ലായിരുന്നോ ചെങ്ങിന്റെ അഫെയറിലുള്ള ആ കമ്പനിക്കാരി പ്രോജക്റ്റ് കൊടുത്ത ആ പെണ്ണിനെ കൊണ്ടാണെങ്കിൽ ഈ ഹോട്ടലിലോട്ട് വരുക. ഹീറോയിനും ഈ പെണ്ണുങ്ങളും ആണെങ്കിൽ സംസാരിക്കുന്നത് കണ്ടതും ഈ ഷൂയി എന്ന് പറഞ്ഞ പെണ്ണിനാണെങ്കിൽ ടെൻഷൻ ആവുക, ദൈവം ഈ പെണ്ണുങ്ങളാണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ കൈക്കൂലി കൊടുത്ത കാര്യത്തിൽ പൊളിയല്ലോ എന്താ ചെയ്യാന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഹീറോ ആണെങ്കിൽ ഇവിടെ കുറച്ച് തിരക്കണ്ട് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പുറത്തിറങ്ങുക കേട്ടോ. ഹീറോയിനും അതേസമയം ആ ലേഡിയുടെ അടുത്തുനിന്ന് ഞാൻ ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ട് പുറത്ത് പോവുക. അപ്പത്തേക്കിന് ഈ ഷൂയി എന്ന് പറഞ്ഞ പെണ്ണാണെങ്കിൽ ഇപ്പൊ ഹീറോയി സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ലേ, ആ ലേഡീനെ ആണെങ്കിൽ വിളിച്ചിട്ട് ചോദിക്കുക നീ എല്ലാ സത്യങ്ങളും ആ പെണ്ണിനോട് പറഞ്ഞോ, ഞങ്ങളുടെ ചെങ്ങിന്റെ കമ്പനി നിങ്ങളുടെ ഹസ്ബൻഡിന് കൈക്കൂലി കൊടുത്തിട്ടാ ഇതിന് സമ്മതിച്ചെന്നുള്ള കാര്യമൊക്കെ പറഞ്ഞു എന്ന് ചോദിക്കുമ്പോ ആ ലേഡി ആണെങ്കിൽ ഇല്ലല്ലോ ഞാൻ ആ പെൺകുട്ടിയുടെ അടുത്ത് ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് പറയുക. പക്ഷെ ഇവരിവിടെ സംസാരിക്കുന്നൊക്കെ ആണെങ്കിൽ പുറത്ത് നിന്നിട്ട് ഹീറോയിൻ കേട്ടോണ്ടിരിക്കുക. ഇതൊക്കെ ഇവരൊരു പ്ലാൻ ആയിരുന്നു, അതൊക്കെ ആണെങ്കിൽ റെക്കോർഡ് ചെയ്ത് വെക്കുന്നുണ്ട്. കുറച്ച് കഴിയുമ്പോഴേക്ക് ഹീറോയിനെ മനസ്സിലാവുന്നേ ഞങ്ങൾ ക്ലോസ് ആയിട്ടാണല്ലോ നിൽക്കുന്നത്. പെട്ടെന്ന് തന്നെ രണ്ടുപേരും മാറുന്നുണ്ട്. ഹീറോ ആണെങ്കിൽ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്തില്ല, ഇനി തെളിവൊക്കെ കിട്ടിയില്ലേ, ഇനി നമ്മൾ തമ്മിൽ ഒന്നും ഇല്ലല്ലോ നോക്കുമ്പോൾ അല്ലേലും
ഇനി നമ്മൾ തമ്മിലൊന്നുമില്ല, ഇനി നിന്നെ കാണണമെന്നും എനിക്കില്ലെന്ന് പറഞ്ഞിട്ട് അവളോടൊന്ന് പോവുക. അതേപോലെ അടുത്ത ദിവസം ഓഫീസിലാണെങ്കിൽ നല്ലൊരു സന്തോഷ വാർത്ത വരാണ്. ചെങ്ങിന്റെ കമ്പനിക്കാർക്കുള്ള ആ സ്പോൺസർഷിപ്പ് ക്യാൻസലാക്കി ഇവരുടെ കമ്പനിക്ക് കൊടുക്കാട്ടോ. എല്ലാവർക്കും തന്നെ സന്തോഷമാവുക. അങ്ങനെ ഹീറോയിനൊക്കെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഈ കമ്പനിയിലുള്ള ആ വായി നോക്കി ചെക്കനില്ലേ, അവനാണെങ്കിൽ തീരെ പിടിക്കാതെ എല്ലാവരും ഇവിടെ എന്താണ് ചെയ്യുന്നത്, മരിക്ക് പണിയെടുക്കും, മിനിയോ നിന്നോടല്ല പറഞ്ഞെന്ന് പറയുമ്പോഴത്തേക്കിനും മിനിയോ ആണെങ്കിൽ ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് എണീക്കാട്ടെ കപ്പിലൊരു കോഫി ആയിട്ട്. അത് കണ്ട് അവനൊന്ന് ഞെട്ടുന്നുണ്ട്, ഒരു വട്ടം കിട്ടിയതാണല്ലോ. ഇതൊക്കെ കണ്ട് എല്ലാവരും ചിരിക്കുക. അപ്പൊ നമ്മുടെ ഹീറോയിന്റെ ഫ്രണ്ടില് അവളുടെ പേര് ഗൗമി എന്നാണ്. ഗൗമി ആണെങ്കിൽ പറയുക ഇതിനെല്ലാം ഹെൽപ്പ് ചെയ്തത് ഷെന്നും കൂടിയല്ല. അപ്പൊ അവരിന്നൊരു ഡിന്നർ പാർട്ടി കൊടുക്കാന്ന് പറഞ്ഞിട്ട് അവരാണെങ്കിൽ പാർട്ടി ചെയ്യുവാണ്. എല്ലാവരും കുടിക്കുമ്പോഴത്തേക്കിനും ഹീറോക്കാണെങ്കിൽ അതിന് തീരെ താല്പര്യമില്ല. കാരണം അവന് ഹാർട്ടിൽ എന്തോ പ്രോബ്ലം ഇല്ലായിരുന്നോ, അതിൻ്റെ തന്നെ ഒരു വിഷമം ഉണ്ട് കുടിക്കാൻ വേണ്ടിയിട്ട്. എന്നാൽ ഇവരൊക്കെ നിർബന്ധിച്ചുകൊണ്ട് കുടിക്കാട്ടോ. വീണ്ടും കുടിക്കാൻ പറയുന്ന കേട്ടാ നമ്മുടെ ഹീറോയിനാണെങ്കിൽ നൈസായിട്ട് അവനെ കൊണ്ട് കുടിപ്പിക്കാതെ അവൻ്റെതല്ല അവള് കുടിക്കാട്ടോ. ഇതൊക്കെയാണെങ്കിൽ ഗൗമി നോട്ട് ചെയ്യുന്നുണ്ട്. പാർട്ടിയൊക്കെ കഴിഞ്ഞിട്ട് തിരിച്ചിറങ്ങുമ്പോഴത്തേക്കിനും ഇവിടെ നന്നായിട്ട് കുടിച്ചോണ്ട് തന്നെ അവൾക്ക് തീരെ വയ്യാതെ ഒരുമാതിരി നിൽക്കുന്ന കണ്ട ഷെന്നാണെങ്കിൽ നിന്നോട് ആരെങ്കിലും ആക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞ് എൻ്റെ അടുത്തൊന്ന് കെയറിങ് ഉള്ള പോലെയൊക്കെ അഭിനയിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ പറ്റി നിൽക്കുമ്പോൾ ആടാ എല്ലാം എൻ്റെ അഭിനയം എന്ന് പറയുമ്പോഴത്തേക്കിനും 5 വർഷങ്ങൾക്ക് മുമ്പ് നീ എന്നെ ചതിച്ചില്ലായിരുന്നോ, അതിനൊക്കെ എനിക്ക് പ്രതികാരം ചെയ്യേണ്ടി നിൽക്കുമ്പോൾ നീ ചെയ്തോ ഇഷ്ടംപോലെ ചെയ്തു എന്ന് പറയുമ്പോഴത്തേക്കിനും അവനും ഇതൊന്നും നടക്കത്തില്ലായിരുന്നല്ലോ, അന്ന് നീ ആ സത്യങ്ങളൊക്കെ പറയായിരുന്നെങ്കിൽ, എന്നിട്ട് ആ സത്യം പറയുന്നതിന് മുമ്പേ എന്നെ ഇട്ടിട്ട് നീ പോയില്ലേ എന്ന് പറയുമ്പോഴത്തേക്കിനും അവളും പറയുക നിനക്കൊരു കാര്യം അറിയാവോ, നീ ഫസ്റ്റ് ടൈം എന്നോടത്ത് സിൻഡെ ആണോ എന്ന് ചോദിച്ചപ്പോൾ തന്നെ ഞാൻ അല്ലെന്ന് പറയാൻ വേണ്ടി വന്ന, പക്ഷെ നീ അതിന് സമ്മതിച്ചോ, പോരാഞ്ഞിട്ട് എപ്പോഴൊക്കെ ഞാൻ സത്യം പറയാൻ വന്നോ അപ്പോഴൊക്കെ നീയാണ് സമ്മതിപ്പിക്കാതിരുന്നത്. അവസാനം ഞാൻ നിന്നോട് പറഞ്ഞില്ലേ ഞാനല്ല നിന്റെ ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ടിന്ന്, അത് അറിഞ്ഞത് നിനക്കാണെങ്കിൽ നെഞ്ചുവേദന വന്ന് അപ്പോൾ ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി. എത്ര നാളാണെന്നറിയാം നീ ഹോസ്പിറ്റലിൽ തന്നെ കിടന്നത്, ഡോക്ടേഴ്സിന് പോലും അറിയത്തില്ല. അപ്പോഴൊക്കെ ഞാൻ നിന്നെ നോക്കിക്കൊണ്ടിരുന്നേന്ന് പറയുമ്പോഴത്തേക്കിനും അവനാണെങ്കിൽ അപ്പൊ ഞാൻ കണ്ണു വന്നപ്പോ നീ എന്താ എന്റെ അടുത്ത് ഉണ്ടാവാതെ ഇരുന്നേന്ന് നോക്കുമ്പോഴത്തേക്കിനും അവളും പറയുക അതെങ്ങനെ ഞാൻ നിന്റെ കൺമുമ്പിൽ വരുമോ, കാരണം മയങ്ങി വീഴുന്നതിന് മുമ്പ് നീ പറഞ്ഞില്ലായിരുന്നു ഇനി മേലെ എന്റെ മുന്നിൽ വന്നേക്കിരുന്ന്, അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ ഞാൻ എങ്ങനെ വരിക, പക്ഷെ ഞാൻ നിന്നെ ഒരുപാട് സ്നേഹിച്ചായിരുന്നു, നീ എന്നെ ആത്മാർത്ഥമായിട്ടല്ല സ്നേഹിച്ചേ എന്നൊക്കെ പറഞ്ഞ് സംസാരിച്ചോണ്ടിരിക്കുമ്പോ ഗൗമി ആണെങ്കിൽ വരുക. ഇവിടെ കണ്ടതും നമ്മുടെ ഷെന്നാണെങ്കിൽ ഒന്നും നടക്കാത്ത പോലെ അവക്കെന്തോ പറ്റിയെന്ന് നന്നായിട്ട് കുടിച്ചിട്ടുണ്ടെന്ന് എന്ന് മാത്രം പറഞ്ഞ് ഒഴിവാക്കാട്ടോ. പക്ഷെ അടുത്ത ദിവസം രാവിലെ തന്നെ നമ്മുടെ ഗൗമി ആണെങ്കിൽ ഹീറോയിന്റെ അടുത്ത് വന്നിട്ട് ഇന്നലെ നീ ഷെന്നെ എന്തോ സംസാരിച്ചിട്ടുണ്ടേ, എന്തോ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളാണെന്ന് തോന്നുന്നു എന്ന് പറയുമ്പോൾ അങ്ങനെയൊന്നുമില്ല ചുമ്മാതായിരിക്കും സംസാരിച്ചേ എന്ന് പറഞ്ഞ് ഒഴിവാക്കി വിടുക. കാരണം നമ്മുടെ ഗൗമി മിനിയുടെ ബെസ്റ്റ് ഫ്രണ്ടാന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, ഇവരുടെ ജീവിതത്തിൽ ഒന്നും നടന്നതെന്ന് അവളോട് ഇതുവരെ ഇവള് പറഞ്ഞിട്ടില്ല കേട്ടോ, അതുകൊണ്ട് ഇങ്ങനെയൊക്കെ ചോദിക്കുന്നേ. അതേപോലെ ഗൗമി ആണെങ്കിൽ നേരെ ഹീറോന്റെ കമ്പനിയായിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട്, അവിടെ വന്നേക്കുക. ഫസ്റ്റ് ഹീറോയിൻ ഇല്ലാത്ത കണ്ടിട്ട് അവൾ എന്തെന്നൊക്കെ അവൻ ചോദിക്കുന്നു കേട്ടോ. അപ്പൊ ഗൗമി ആണെങ്കിൽ ഇല്ല അവളിനി ഈ പ്രൊജക്ട് ചെയ്യത്തില്ല, ഇനി ഞാനാ ഇത് നേതൃത്വം കൊടുത്ത് നടക്കാൻ പോകുന്നതെന്ന് പറയുമ്പോൾ ഫസ്റ്റേക്ക് അവൻ ഓക്കെ പറഞ്ഞിട്ട് ഈ പ്രൊജക്റ്റായിട്ട് ഒരു ബന്ധമില്ലാത്ത ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ വളച്ചും തിരിച്ചും ചോദിക്കുന്ന കേട്ടാ ഗൗമിക്കാണെങ്കിൽ ഇതിന്റെ ഒന്നും ആൻസർ അറിയത്തില്ല. എന്ന് പറഞ്ഞ് നിൽക്കുമ്പോഴത്തേക്കിനും കണ്ടില്ലേ നിങ്ങൾക്ക് അതിന്റെ ഒന്നും ആൻസർ അറിയത്തില്ല, നിങ്ങളുടെ ഫ്രണ്ട് മിൻഹ്യൂനെ തന്നെ കൂട്ടിക്കൊണ്ട് പോവാ, അവർക്കെല്ലാം അറിയായിരിക്കും എന്ന് പറയുമ്പോൾ ഓക്കെ സാർ ഞാൻ മിൻഹ്യൂനെ ഇപ്പൊ വിളിക്കാന്ന് പറഞ്ഞുകൊണ്ട് മിൻഹ്യൂനെ ആണെങ്കിൽ അങ്ങോട്ടേക്ക് വിളിച്ചു വരുതാട്ടോ. ഇവളെ ഇവിടെ കണ്ടത് അവനൊന്ന് സന്തോഷമാവുക. ഇപ്പൊ ചെറിയൊരു ഫ്ലാഷ് ബാക്ക് 5 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഹീറോ ആണെങ്കിൽ മിനിഹുവിന്റെ അടുത്ത് പറഞ്ഞാണ് നീ ഇപ്പൊ ഇവിടെ വന്നില്ലെങ്കിൽ ഞാൻ ഇനി ഹാർട്ട് സർജറി ചെയ്യത്തില്ല, ഞാൻ എപ്പോഴും പോകത്തില്ല, എന്റെ കൂടെ നീ വാന്നൊക്കെ പറഞ്ഞിട്ട് ഇവളുടെ പുറകെ നടന്ന് വാശി പിടിച്ചപ്പോഴത്തേക്കിനും അവസാനം നമ്മുടെ ഹീറോയിൻ ആണെങ്കിൽ നീ ദൈവം ഇതൊന്നും മിണ്ടാതിരിക്കാവോ, കുറെ നാളായിട്ട് നിന്നോട് ഒരു കാര്യം പറഞ്ഞ് ഞാൻ വിചാരിക്കും, നിന്റെ ആ ചൈൽഡ്ഹുഡ് ഫ്രണ്ട് സിൻഡ ഒന്നുമല്ല ഞാൻ മിൻഹ്യൂ ആണ്, ഞാൻ നീയുമായിട്ട് ഒരു ബന്ധവുമില്ല, അവളുടെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു ഞാൻ എന്നുള്ള സത്യങ്ങളൊക്കെ പറഞ്ഞതും ഇതറിഞ്ഞത് അവനാണെങ്കിൽ ഷോക്കായിട്ട് അപ്പൊ നീ എന്റെ ഫ്രണ്ട് സിൻഡയല്ല മിൻഹ്യൂവാ എന്നും പറഞ്ഞിട്ട് അപ്പൊ തന്നെ നെഞ്ചും പിടിച്ച് അവർ വീട് കാണും കേട്ടോ. ഇതൊക്കെയാണ് നേരത്തെ അവർ സംസാരിച്ചുകൊണ്ടേയിരുന്നത്. ഈ സീനും കാണിച്ചോണ്ടാണ് ഈ ഡ്രാമയുടെ ഈ എപ്പിസോഡ് കഴിയുന്നത്. അടുത്ത എപ്പിസോഡായിട്ട് എത്ര പെട്ട് തരാം. അതുവരെ ബൈ ബൈ.